HS300 Principles of Management. Last class we discussed about theory X and theory Y. So today's class we are coming to the new approaches, that is modern approaches in management. In that we are discussing about theory Z. So this theory Z has been developed by an American professor and author in the field of business management, and he is William G. Oki. Actually, he made a comparative study between the American and Japanese management practices, and then he developed a theory set. അപ്പോൾ തിയറി സെഡ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ട് കൊണ്ടുവന്ന ഒരു അപ്രോച്ചാണ്. ദാറ്റ് കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത് ബിറ്റ്വീൻ അമേരിക്കൻ ആൻഡ് ജാപ്പനീസ് മാനേജ്മെന്റ് പ്രാക്ടീസസ് ആയിരുന്നു. And in his first book, that is theory said how the American companies can meet the Japanese challenge എന്നുള്ള ബുക്കിലൂടെയാണ് അദ്ദേഹം ഈ തിയറി സെഡ് എന്നുള്ള ഒരു അപ്രോച്ച് കൊണ്ടുവരുന്നത്. And he presented in this book which is a combination of American and Japanese management philosophies. So ഈ theory Z എന്ന് പറയുന്നത് it can be also called as a sociological description of the humanistic organization. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് മാനേജ്മെന്റ് സ്റ്റൈലാണ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇനി ടു കോമ്പിനേഷൻസ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കോൾഡ് ആസ് എ ഹൈബ്രിഡ്. സോ ഈ ഹൈബ്രിഡ് മാനേജ്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് എന്തുകൊണ്ട് വെച്ചാൽ ഇവിടെയും വരുന്നത് ദ ടു കോമ്പിനേഷൻസ് ആണ് ഓഫ് ബോത്ത് അമേരിക്കൻ മാനേജ്മെന്റ് സ്റ്റൈൽ ആൻഡ് ജാപ്പനീസ് മാനേജ്മെന്റ് സ്റ്റൈൽ. അതുകൊണ്ട് തന്നെ ഇതിനൊരു hybrid management style എന്ന് പറയും തിയറി സെഡിന്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ സോഷ്യോളജിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹ്യൂമനിസ്റ്റിക് ഓർഗനൈസേഷൻസ്. സോ ഇനി ഇതിൽ ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം. ജാപ്പനീസ് മാനേജ്മെന്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ they have a good interest in their working relationships that with management as well as with their employees. Okay, so Japanese working style പ്രകാരം അതിൽ വർക്കേഴ്സിന് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ they have a very good tendency to build a cooperative working relationship. അവരെപ്പോഴും വർക്കിംഗ് റിലേഷൻഷിപ്പ് വളരെ കോപ്പറേറ്റീവ് ആക്കാനായിരിക്കും കൂടുതലും ആഗ്രഹിക്കുക. ദാറ്റ് ബിറ്റ്വീൻ their management as well as the other employees. So ഇതൊക്കെയാണ് Japanese consensus management style based on their assumptions. So they always want to build a cooperative relationship with their employers and other employees. They also require high degree of support in the firm of secure employment and facilities. That is high degree of support അവർക്ക് എപ്പോഴും വേണം for their secure employment. അതേപോലെ തന്നെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെരി കോപ്പറേറ്റീവ് ആയിരിക്കും. And they value their family life, culture and traditions. Well developed sense of dedication and self discipline ആണ് ജാപ്പനീസ് മാനേജ്മെന്റ് സ്റ്റൈലിൽ വരുന്നത്. ആൻഡ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ they always go for a collective decision. എപ്പോഴും കളക്റ്റീവ് ഡിസിഷൻസ് ആയിരിക്കും ജാപ്പനീസ് മാനേജ്മെന്റ് സ്റ്റൈലിൽ എടുക്കുന്നുണ്ടാവുക. ഇതൊക്കെയാണ് തിയറി സെഡിൽ വരുന്ന ജാപ്പനീസ് മാനേജ്മെന്റ് സ്റ്റൈൽ അസംഷൻസ് എന്ന് പറയുന്നത്. വേറെ അമേരിക്കൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിസം ആണ് എപ്പോഴും റൂട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് they have tradition of individualism, whereas ജാപ്പനീസ് ഓർഗനൈസേഷനിൽ അവർക്ക് ജാപ്പനീസ് ഹെറിറ്റേജ് ഓഫ് കളക്ടിവിസം ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് USA എപ്പോഴും ഇൻഡിവിജ്വാലിറ്റി ആണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്, വേറെ ജാപ്പനീസിൽ കളക്റ്റീവ് ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ടാവുക. സോ based on this Oki's proposed theory said it can be lead to greater employee job satisfaction, അതുപോലെ തന്നെ lower rates of absenteeism and turnover, higher quality products, better overall financial performance എല്ലാം കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഈ തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. So coming to the comparison between, that is the difference between American and Japanese management practices, we can see that American organization എന്ന് പറയുന്നത് ഷോർട്ട് ടേം എംപ്ലോയ്മെന്റ് ആണ്, whereas Japanese it is ലൈഫ് ടൈം എംപ്ലോയ്മെന്റ്. Then നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡിവിജ്വലിസം ആണ് അമേരിക്കൻസിൽ. സോ they always have individual decision making and individual responsibilities ആയിരിക്കും ഓരോ വർക്കേഴ്സിനും, whereas in Japanese organization collective decision making and collective responsibility they have. In American organization rapid evaluation and promotion ആണ്, and they have a specialized career paths also, whereas in Japanese organization slow evaluation and promotion ആയതുകൊണ്ട് തന്നെ നോൺ സ്പെഷ്യലൈസ്ഡ് കരിയർ പാത്സും കൂടിയാണ് ജാപ്പനീസ് ഓർഗനൈസേഷനിൽ വരുന്നത്. whereas American organization have explicit control mechanism
ജാപ്പനീസിൽ ഇംപ്ലിസിറ്റ് കൺട്രോൾ മെക്കാനിസംസ് ആണ്. Then American organization വരുന്നത് segmented concern ആണ് for an employee, whereas in Japanese organization they have holistic concern. അപ്പോൾ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് എപ്പോഴും ജാപ്പനീസ് മാനേജ്മെന്റ് സ്റ്റൈൽ ഓഫ് അപ്രോച്ച് ആണ്, ബിക്കോസ് the workers will have a cooperative mentality and always have a family concern always. So അതെല്ലാം വെച്ചിട്ട് we have to transform the organization, that is type A company എന്നാണ് അമേരിക്കൻ കമ്പനിയെ ഡിനോട്ട് ചെയ്തിരുന്നത്. So to this approach, to type Z അപ്രോച്ചിലേക്ക് കൊണ്ടുവരാൻ വേണ്ട ട്രാൻസ്ഫോർമേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇത്. That is the 12 steps to transform the organization. These are the 12 strategies to transform an organization. That is, skeptics have to be allowed to exist, audit its philosophy, decide philosophy and be able to involve company leaders. It should have a structure and incentive in the company, develop interpersonal skills, then test themselves and the system, stabilize the employment, slow evaluation and promotion, broaden the people's career paths, working into the lower level, employee participation is allowed in decision making also, then they should have a sense of family between everyone. So ഇത്രയാണ് strategies to transform the organization. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ജാപ്പനീസ് മാനേജ്മെന്റ് സ്റ്റൈലിൽ കണ്ട കാര്യങ്ങളാണ്, whereas അമേരിക്കൻ ഇതിലാണ് ഇൻഡിവിജ്വലിസം ഉണ്ടായിരുന്നത്. So we have to transform that typical American company to our typeset approach. അതിനുള്ള strategies ആണ് ഇത്രയും പറഞ്ഞത്. So നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയാ, there should have a holistic concern, അല്ലെ, family concern വരണം while working with employees. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് എല്ലാം കളക്റ്റീവ് ആയിരിക്കണം, വേറെ അമേരിക്കനിൽ ഓൾറെഡി ഇൻഡിവിജ്വലിസം ആയിരുന്നു. It should be, decision making should be done collectively, that is employee participation should also be there. അതുപോലെ തന്നെ സ്ലോ ഇവാലുവേഷൻ പ്രൊമോഷൻ കൊണ്ടുവരണം, ഡെവലപ്പ് ഇന്റർപേഴ്സണൽ സ്കിൽസ്. അപ്പോൾ ഇത്രയും 12 സ്ട്രാറ്റജീസ് ആണ് എന്തിനു വേണ്ടത്, ഈ ടിപ്പിക്കൽ അമേരിക്കൻ എ കമ്പനി എന്നുള്ളതിനെ ടൈപ്പ് സെറ്റ് അപ്രോച്ചിലേക്ക് മാറ്റാൻ വേണ്ടത്. So coming to the features of types, theory set. Theory set ന്റെ മെയിൻ ഫീച്ചേഴ്സ് ആണ് ഇതെല്ലാം. That is, theory സെറ്റിലൂടെ കിട്ടുന്ന അപ്രോച്ച് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലോങ് ടേം എംപ്ലോയ്മെന്റ്, കൺസെൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ്, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി, സ്ലോ ഇവാലുവേഷൻ ആൻഡ് പ്രൊമോഷൻ, informal control with formalized measures, moderately specialized career path, holistic concern. ഇത്രയാണ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് തിയറി സെഡ് എന്ന് പറയുന്നത്. ലോങ് ടേം എംപ്ലോയ്മെന്റ് ആൻഡ് ജോബ് സെക്യൂരിറ്റി എന്ന് വെച്ചാൽ എന്താ, വി ഹാവ് ടു എസ്റ്റാബ്ലിഷ് എ സ്ട്രോങ് ബോണ്ട് ബിറ്റ്വീൻ ദ എന്റർപ്രൈസ് ആസ് വെൽ ആസ് ഇറ്റ്സ് എംപ്ലോയീസ്, അല്ലെ, തമ്മിൽ നല്ല സ്ട്രോങ് ബോണ്ട് ഉണ്ടാവണം. സോ എന്ന് മാത്രമേ എന്തുണ്ടാവുള്ളൂ, എംപ്ലോയീസ് വിൽ ബി ഗ്രാൻഡഡ് എ ലൈഫ് ടൈം എംപ്ലോയ്മെന്റ് and they will have that loyalty towards their enterprise. ഒരു ലോങ് ടേം എംപ്ലോയ്മെന്റ് വരണമെങ്കിൽ they should establish a strong between themselves, അല്ലെ, തമ്മിൽ നല്ല സ്ട്രോങ് ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവിടെ ലൈഫ് ലോങ് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല, they will be very much loyal to their company. അതാണ് ലോങ് ടേം എംപ്ലോയ്മെന്റ് ആൻഡ് ജോബ് സെക്യൂരിറ്റിയിൽ വരുന്നത്. Second one what we have told is consensual decision making. That is, collective decision making ആണ് ഈ consensual decision making എന്ന് പറയുന്നത്. So it will become meaningful only when there is a participation of employees in the decision making process. Decision making process il managers മാത്രമല്ല, even the workers or the employees will also have a equal participation. എങ്കിൽ മാത്രമേ ഈ പോയിന്റ് അവിടെ meaningful ആകുന്നുള്ളൂ. That is a consensual decision making or collective decision making. Third one, individual responsibility. തിയറി സെറ്റ് സജസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, എംപ്ലോയീസ് ഷുഡ് വർക്ക് ടുഗെദർ എന്ന് വെച്ചാൽ കളക്റ്റീവ്ലി അവർ വർക്ക് ചെയ്യണം ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് വെൽ ഡിഫൈൻഡ് ഗോൾസ്. ഒരു വെൽ ഡിഫൈൻഡ് ഗോൾസ് ഓൾറെഡി ആ ഓർഗനൈസേഷൻ ഉണ്ടാകും, അതിലേക്ക് എത്താനായിട്ട് ദേ ഓൾ ഷുഡ് വർക്ക് കളക്റ്റീവ്ലി, മീൻസ് വർക്ക് ടുഗെദർ. ബട്ട് ദ ഫൈനൽ റെസ്പോൺസിബിലിറ്റി പറഞ്ഞാൽ ഇറ്റ് ഷുഡ് റെസ്റ്റ് വിത്ത് ഇൻഡിവിജ്വൽസ്. അതായിരിക്കും ഇതിൽ വരുന്നത് എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും വർക്കിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് വരും. ഫൈനൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് they should take only the individuals ആയിരിക്കും. Then fourth one, slow evaluation and promotion. So theory Z suggest ചെയ്യുന്നത് എന്താ വെച്ചാൽ, the performance of workers should be evaluated in a slow and steady manner on a long term basis. Slow and steady mannerലായിരിക്കണം അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്.
That is, ഓരോ എംപ്ലോയിക്കും കറക്റ്റ് ആയിട്ടൊരു ക്ലിയർലി ഡിഫൈൻഡ് കരിയർ പാത്ത് ഉണ്ടാകും. സോ അവർ ഓരോരുത്തരും ഓരോ ഗോൾ അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ബി given with suitable rewards and promotional opportunities. Next is moderately specialized career path. In this moderately specialized careers, theory set supports that for employees, it is a midway between the highly specialized career path of traditional American organization and the highly non-specialized career path of traditional Japanese organization. Moderately specialized career path എന്ന് പറഞ്ഞാൽ അതാണ്. മീൻസ് ഹൈലി സ്പെഷ്യലൈസ്ഡ് അമേരിക്കൻ ഓർഗനൈസേഷനും അല്ല, ഹൈലി നോൺ സ്പെഷ്യലൈസ്ഡ് കരിയർ പാത്ത് ഓഫ് ജാപ്പനീസ് ഓർഗനൈസേഷനും അല്ല. ഇത് രണ്ടിന്റെയും മിഡ് വേയിൽ വരുന്നതാണ് മോഡറേറ്റ്ലി സ്പെഷ്യലൈസ്ഡ് കരിയേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കരിയർ പാത്ത് ഫോർ എംപ്ലോയീസ് the theory said proposed. Then informal control with formalized measures. എന്ന് വെച്ചാൽ that relies on informal methods of control. പക്ഷേ മെഷർമെന്റ് ഓഫ് പെർഫോമൻസ് എല്ലാം ത്രൂ ഫോർമൽ മെക്കാനിസംസും ആയിരിക്കും. ഓക്കെ, അവർ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് ഇൻഫോർമൽ മെത്തേഡ്സ് ആയിരിക്കും ഫോർ കൺട്രോൾ, വേറെ പെർഫോമൻസ് മെഷേഴ്സ് എല്ലാം ത്രൂ ഫോർമൽ മെക്കാനിസംസ് ആയിരിക്കും. സോ ഇത് എന്തിനാന്ന് വെച്ചാൽ ഇറ്റ് വിൽ ട്രൈ ടു കമ്പൈൻ ബോത്ത് ദ ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ജെ ഓർഗനൈസേഷൻ. എന്ന് വെച്ചാൽ അമേരിക്കൻ ആണ് ടൈപ്പ് എ എന്ന് പറയുന്നത്, ടൈപ്പ് ജെ എന്ന് പറയുന്നത് ജാപ്പനീസ് ഓർഗനൈസേഷൻ ആണ്. അത് രണ്ടിന്റെയും എലമെന്റ്സ് തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ആണ് ഈ ഒരു ഫീച്ചറിൽ കൊണ്ടുവരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് holistic concern. എന്ന് വെച്ചാൽ the concern for the total person including their family. അതിനെയാണ് holistic concern എന്ന് പറയുന്നത്. That is, the concern for employees should goes beyond their workplace. വർക്ക്പ്ലേസിനെക്കാട്ടിലും അവർ തമ്മിലുള്ളൊരു ഫാമിലി കൺസേൺ എപ്പോഴും ഉണ്ടായിരിക്കണം in their working environment. അതാണ് holistic concernൽ വരുന്നത്. സോ ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് തിയറി Z. So the companies following this theory Z in US, ഇതൊക്കെയാണ് the company following theory Z in US, that is IBM, HP, US military, ഇതെല്ലാം ഫോളോ ചെയ്യുന്നത് ഈ തിയറി Z അപ്രോച്ച് ആണ്. While we evaluating this theory Z approach, we can find its pros and cons. That is, positives ഉണ്ട്, negatives ഉണ്ട്. Positives എന്തൊക്കെയാന്ന് വെച്ചാൽ the employee satisfaction, motivation, commitment, financial performance എല്ലാം better ആയിരിക്കും through this theory set approach, whereas negatives ഉണ്ട് because provision of lifetime to employees to develop a strong bond between, sometimes it may fail. കാരണം job securities കൂടുന്നുണ്ടെങ്കിലും complete security ചിലപ്പോൾ achieve ചെയ്യാൻ പറ്റില്ല. So there it may fail. So it did not outperform other organizations also. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് വേണമെന്ന് പറയുന്നുണ്ട്. ബട്ട് due to the managers dislike in the participation of employees due to their ego and freedom, അതെല്ലാം വെച്ചിട്ട് sometimes employees may reluctant, അവർ ചിലപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മടിക്കും. ഓക്കെ, അതെല്ലാം വരുന്നത് അതിന്റെ നെഗറ്റീവ്സ് ആണ്. ആൻഡ് ഇവിടെ രണ്ട് സ്റ്റൈൽ ഓഫ് അപ്രോച്ചസ് എടുത്തേക്കുന്നത് അല്ലേ, ദാറ്റ് ഇസ് ജാപ്പനീസ് ആൻഡ് മാനേജ്മെന്റ്, അമേരിക്കൻ മാനേജ്മെന്റ് പ്രാക്ടീസസ്. So this theory may not be applicable in their different cultures. അപ്പോൾ അവിടെ തിയറി ഫെയിൽ ആകും. സോ ഇത്രയൊക്കെ അതിന്റെ നെഗറ്റീവ്സ് വരുന്നത് while evaluating the theory set. Next topic is McKinsey 7S framework. This McKinsey 7S framework was developed in our late 70s by a McKinsey company. അതെന്ന് വെച്ചാൽ റെപ്യൂട്ടഡ് കൺസൾട്ടൻസി ഫേം ആണ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. സോ ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ടോം പീറ്റേഴ്സ് ആൻഡ് റോബർട്ട് വാട്ടർമാൻ. സോ ദ ബേസിക് പ്രിമൈസ് ഓഫ് ദിസ് മോഡൽ ഇസ് ദാറ്റ് there are 7 internal aspects of an organization that need to be aligned if it wants to be successful. So the ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും to become successful അതിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു 7 internal aspects ഉണ്ട്. ആ 7 ഇന്റേണൽ ആസ്പെക്ട്സ് വെച്ച് വരുന്ന മോഡലാണ് ദിസ് മെക്കൻസി 7S ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ മെക്കൻസി 7S മോഡൽ എന്ന് പറയുന്നത്. സോ ഇത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ഓഫ് എ കമ്പനി, ടു അലൈൻ ദ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ദ പ്രോസസ്സസ് ഇൻ ദ കമ്പനി, ടു എക്സാമിൻ ദ ഇഫക്ട്സ് ഓഫ് ദ ഫ്യൂച്ചർ ചേഞ്ചസ് വിത്തിൻ എ കമ്പനി, ടു ഡിറ്റർമൈൻ വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു ഇംപ്ലിമെന്റ് എ പ്രൊപ്പോസ് സ്ട്രാറ്റജി. ഇത്രയും കാര്യങ്ങൾക്കാണ് 7S മോഡൽ യൂസ് ചെയ്യുന്നത്. And for this,
the 7 factors, they are interdependent factors actually. So the 7 elements അല്ലെങ്കിൽ 7 factorsനെ again categorize ചെയ്തേക്കുന്നത് hard elements and soft elements ആയിട്ടാണ് categorize ചെയ്തേക്കുന്നത്. So 7 elements എന്ന് പറയുന്നത് strategy, structure, systems, shared values, skills, style, staff. ഇത്രയാണ് 7 elements വരുന്നത്. ആ 7 elementsനെ തന്നെ again categorize ചെയ്തിട്ട് hard elements ഉം soft elements ആയിട്ട് divide ചെയ്തിട്ടുണ്ട്. So hard elements ൽ വരുന്നതാണ് strategy, structure, systems. Whereas soft elements ൽ വരുന്നതാണ് staff, style, skill and shared goals അല്ലെങ്കിൽ shared values എല്ലാം. So എന്താണ് ഈ hard elements, soft elements എന്ന് വെച്ചാൽ? Hard elements എന്ന് വെച്ചാൽ they are easier to define or identify. എന്ന് വെച്ചാൽ മാനേജ്മെന്റിന് അതിലോട്ട് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടാകും. And they are very easier to define or identify. അങ്ങനെയുള്ള elements ആണ് hard elements എന്ന് പറയുന്നത്. Whereas soft elements പറഞ്ഞാൽ it is very difficult to describe. എന്ന് വെച്ചാൽ more influenced by the culture ആണ്. So and they are more difficult to describe. So these are as important as that of hard elements if the organization is going to be successful. So രണ്ട് elementsനും അതിൻ്റെതായ importance വരുന്നുണ്ട്. Whereas hard elements പറഞ്ഞാൽ it is easier to describe and identify. Soft elements describe ചെയ്യാൻ കുറച്ച് tough ആണ്. And they have the influence, more influence by the culture. Whereas hard elements more influence വന്നിട്ട് management ആയിരിക്കും. Management will have a direct influence in them. So ഇതാണ് 7S model എന്ന് പറയുന്നത്. So ഇത് നോക്കിയാൽ തന്നെ അറിയാം they are interconnected to each other. This model they are interconnected to each other. ഈ 7 key points ഉം മോഡലിലുള്ള 7 key points ഉം interconnected ആണ്. So any change in one area requires the changes in the rest of them also. അപ്പോൾ ഇത് effective ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ ചേഞ്ച് വന്നാൽ there should be given the same changes in the other areas also. എന്നാൽ മാത്രമേ അത് effective ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. So this is that interconnected system of 7S model. McKinsey 7S model എന്ന് പറയുന്നത്. So strategy എന്ന് വെച്ചാൽ എന്താ? It is used in the business to describe how an organization is going to achieve its objectives. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പോകുന്നത്, അതിന് വേണ്ട ആക്ഷൻസ് ആണ് സ്ട്രാറ്റജിയിൽ കൊണ്ടുവരുന്നത്. That can be defined as a systematic approach in positioning the business in relation to its environment. Second one എന്ന് പറയുന്നത് സ്ട്രക്ചർ ആണ്. That means the systematic arrangement of people working for the organization and their relationship between their positions. എന്നുവെച്ചാൽ systematic arrangement ആണ് സ്ട്രക്ചറിൽ വരുന്നത്. Strategy എന്ന് വെച്ചാൽ systematic approach ആണ്, or the actions to be done ആണ് strategy. Whereas structure എന്ന് പറയുന്നത് it is a systematic arrangement of people working for the organization. Third one, systems. It includes the rules, regulations and procedures. അതുമാത്രമല്ല സിസ്റ്റമിലെ മാനേജ്മെന്റ് ടൂൾസ് ഏതൊക്കെയാണ് ഫോർ പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൺട്രോൾ എല്ലാം വരുന്നതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഷെയർഡ് വാല്യൂസ് ഓർ ഷെയർഡ് ഗോൾസ്. ദേ ആർ ദ ഇന്റർകണക്ടിംഗ് സെന്റർ ഓഫ് എ മെക്കൻസി മോഡൽ. മെക്കൻസി മോഡലിന്റെ ഇന്റർകണക്ടിംഗ് സെന്റർ ആണ് ഷെയർഡ് വിഷൻ ഓർ ഷെയർഡ് വാല്യൂസ് എന്ന് പറയുന്നത്. സോ ദേ ആർ ദ ഒബ്ജക്റ്റീവ്സ്, ഗോൾസ് ആൻഡ് വാല്യൂസ് ദാറ്റ് ഓർഗനൈസേഷൻ വാണ്ട് ടു അച്ചീവ്. ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് എന്തൊക്കെയാണ്, വാല്യൂസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് എന്നൊക്കെ പറയുന്നതാണ് ഈ ഷെയർഡ് വാല്യൂസ് ഓർ ഷെയർഡ് ഗോൾസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് വാല്യൂസ് where it goes beyond the conventional formal statement of cooperative objectives. So this is also could be called as superordinate goals എന്നും പറയും this shared values. The next is style. Style indicates the leadership techniques of management. Management in the leadership techniques indicate ചെയ്യുന്നതാണ് style എന്ന് പറയുന്നത്. And it will describe how a managers lead and motivate to achieve the organization goal. ഒരു മാനേജർ എങ്ങനെയാണ് തന്റെ വർക്കേഴ്സിനെ ലീഡ് ചെയ്യുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്നത്, what is the leadership techniques he is taking, അതെല്ലാമാണ് സ്റ്റൈലിൽ വരുന്നത്. Then staff. Staff refers to an organization's human resources. So the staff element is concerned with what type and how many employees an organization will need. അവർ എങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നു, how they are trained,
motivated and rewarded എന്നെല്ലാം വരുന്നതാണ് staff എന്ന് പറഞ്ഞ factor. Next is skills. They are the organizational and individual capabilities. Skills എന്ന് പറഞ്ഞാൽ organizationയും as well as individual capabilities ആണ് skills ൽ വരുന്നത്. And these are developed over a period of time and as a result of number of factors such as the kind of people in the organization, the top management style, organization structure, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് വരുന്നതാണ് skills എന്ന് പറയുന്നത്. So these are the 7 factors or the 7 elements in the McKinsey 7S framework. ഇനി 7S model or 7S framework എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം as a tool, how to use this tool. So ഇതിന്റെ 5 steps ആണ് തന്നിരിക്കുന്നത്. That is, we have to identify the areas that are not effectively aligned. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഡിപ്പാർട്ട്മെന്റ്സിൽ നമ്മൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. സോ അലൈൻമെന്റ് ഫങ്ഷൻസ് പ്രോപ്പർ ആയിരിക്കില്ല. So first we have to identify the areas that are not effectively aligned. Then step 2, we have to determine the optimal organization design. In step 3, we have to decide where and what changes should be made. Step 4, we have to give that necessary changes. And as a step 5, always we have to continuously review this framework. These 7 elements അല്ലെങ്കിൽ 7 factors have to be continuously reviewed. That is strategy, structure, systems, staff, style, skills and shared values. ഇങ്ങനെയാണ് ഈ 7S framework implement ചെയ്യുക in an organization in order to improve the performance and to be successful. So the main advantages അല്ലെങ്കിൽ importance of this McKinsey 7S model എന്താണെന്ന് വെച്ചാൽ this will help helps the business owners and managers how aligned their organization is. And it is based on the theory that for an organization to perform well, these 7 elements need to be aligned. ഈ 7 elements correct aligned ആണെങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷന് അതിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ or good ആയിരിക്കുള്ളൂ. And this also helps to identify what needs to be realigned to improve their performance or maintain performance. In case അവരുടെ alignment effective അല്ലെങ്കിലും it can be done with its realignment. So ആ realignmentലൂടെയും they can improve their performance or maintain their performance. So for this purpose we are using this McKinsey 7S model. So this will help in improving the performance of an organization as well as helps the organization to become successful.